2025 മോഹൻലാൽ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം അന്ന് ജനുവരി റിലീസ് ആകും എന്നാണ് എല്ലാവരും അറിഞ്ഞത്. പക്ഷേ ജനുവരിയിൽ ആ ചിത്രം റിലീസായില്ല. മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. തുടരും എന്ന ചിത്രമായിരുന്നത്. തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനെ വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ നോക്കിക്കണ്ട സമയമായിരുന്നത്. കാരണം ഓപ്പറേഷൻ ജാവേദ്, ഫൗദി വെള്ളക്കയൊക്കെ വളരെയധികം മികച്ച അനുഭവങ്ങൾ മലയാള പ്രേക്ഷകർക്ക് നൽകിയ ഒരു സംവിധായകനാണ് തരുൺമൂർത്തി. രജപുത്ര രഞ്ജിത്തും സുനിലും എല്ലാം കൂടെ ഒന്നിക്കുമ്പം മോഹൻലാൽ ഒരു കുടുംബ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന് പ്രതീതി തന്നെയായിരുന്നു ഉണ്ടായത്. മറുവശത്ത് മാർച്ച് റിലീസാകാനിരുന്ന എമ്പുരാനെ പറ്റി മാത്രമായിരുന്നു എല്ലാവർക്കും ചർച്ച. പക്ഷേ തുടരുമെന്ന കൊച്ചു ചിത്രം മലയാള പ്രേക്ഷകരെ അതിശയിപ്പിക്കുമെന്ന് സംവിധായകനും നടനും അതുപോലെ നിർമ്മാതാവിനും ഒക്കെ ഏകദേശം ഉറപ്പായി. ജനുവരി റിലീസ് മാറ്റിവെച്ചപ്പോൾ പഴയതുപോലെ മോഹൻലാൽ വിമർശകർ പൊങ്ങുകയും അവർ പറഞ്ഞു OTT അവകാശം വിറ്റുപോയില്ല, മോഹൻലാലിൻ്റെ OTT ആർക്കും വേണ്ട എന്നുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നു. ഇതാ വരുന്ന മോഹൻലാലിൻ്റെ ഒരു പുതിയ ചിത്രം പൊട്ടാൻ വേണ്ടി. പക്ഷേ മോഹൻലാൽ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും. റിലീസിംഗ് തീയതി മാറ്റിവെച്ചപ്പം എല്ലാവരും വളരെയധികം നിരാശരായി എന്ന് തന്നെ പറയേണ്ടി വരും. അതിനിടയിലാണ് എമ്പുരാൻ റിലീസാകുന്നത്. എമ്പുരാൻ വൻ വിജയം നേടുന്നു. അങ്ങനെ ഏപ്രിൽ 25 ആ ദിനം വന്നെത്തി. മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിലിറങ്ങിയ ആദ്യ ചിത്രം എന്ന ലേബലിൽ ഇറങ്ങിയ തുടരും എന്ന ചിത്രം ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മലയാള പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. പിന്നെ ആ ചിത്രത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ 35 ദിവസത്തോളം ഈ ചിത്രം കേരളത്തിൽ ഉടനീളം ഓടി. ആദ്യമേയൊക്കെ തിയേറ്ററിൻ്റെ എണ്ണം കുറവാണെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും ഷോയുടെ എണ്ണവും കൂട്ടി തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടുന്നു. വിദേശങ്ങളിൽ റിലീസ് ചെയ്തു. അങ്ങനെ 233 കോടിയോളം വേൾഡ് വൈഡായിട്ട് ചിത്രം തൂത്തുവാരി. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി എന്ന കണക്ഷൻ എത്തുന്നു. അതുപോലെ ഷെയർ ഇനത്തിൽ തന്നെ 50 കോടി ഒരു മലയാള സിനിമ നേടിത്തരുന്നു. ഇതൊക്കെ മലയാളികൾക്ക് സുപരിചിതമല്ലാത്ത കാര്യമായിരുന്നു. അവർ ഞെട്ടിത്തെറിഞ്ഞിരുന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു മലയാള സിനിമയിൽ പിന്നെ നടന്നത്. എമ്പുരാനെ പറ്റി ഒത്തിരി ആൾക്കാർ പ്രതീക്ഷിച്ചു. പക്ഷേ കുറച്ചൊക്കെ തന്നെങ്കിലും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് എമ്പുരാൻ എന്ന ചിത്രം ഉയർന്നില്ല. പക്ഷെ തരുൺമൂർത്തി ഒരു മാജിക്ക് തന്നെയാണ് സൃഷ്ടിച്ചത്. മോഹൻലാലിനെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ ആ രീതിയിൽ തരുൺമൂർത്തി നമുക്ക് കാണിച്ചു. അത് മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും. കാരണം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു മോഹൻലാലിൻ്റെ അഭിനയവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും. അങ്ങനെ 77 ലക്ഷത്തോളം മലയാള പ്രേക്ഷകർ തന്നെ കേരളത്തിൽ ഈ ചിത്രം കണ്ടു എന്നാണ് കണക്ക്. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 45 ലക്ഷം ആൾക്കാരോളം ബുക്ക് ചെയ്ത് ചിത്രം കണ്ടു. ദിവസങ്ങളോളം 5 കോടിയും 4 കോടിയും 3 കോടിയും അങ്ങനെ കോടികളുടെ കണക്ക് പറഞ്ഞ ഈ ചിത്രം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ തുടക്കം വളരെ മെല്ലെയായിരുന്നു. പിന്നെ ഓരോ നിമിഷവും ഇത് കോടികളുടെ കഥ പറയാൻ തുടങ്ങി. പിന്നെ ഒരിക്കൽ പോലും ഈ കോടിക്കണക്കിന് എന്നുള്ളത് ഒരിക്കലും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നാളെ ഈ ചിത്രം OTT റിലീസാകുക. നേരത്തെ ഉറപ്പിച്ച പ്രകാരം തന്നെയാണ് OTT റിലീസിന് ഈ ചിത്രം വരുന്നത്. ഇതിൻ്റെ ബഡ്ജറ്റ് 28 കോടി മാത്രമാണ് എന്നുള്ളത് നേരത്തെ തന്നെ അറിവുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ ചിത്രം വൻ വിജയമായി. പിന്നെ വിദേശത്തെ കാര്യം പറയാനില്ല. അങ്ങനെ തരുൺമൂർത്തിയുടെ മോഹൻലാൽ ടീമിൻ്റെ തുടരും എന്ന ചിത്രം നാളെ OTT വരുമ്പോൾ വേറെ അത്ഭുതം എന്ന് പറയുന്നത് ഇന്നലെ ഈ ചിത്രത്തിന് 35-40 ലക്ഷം റേഞ്ചിൽ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തു എന്നുള്ളതാണ്. തിയേറ്ററിൽ ഓട്ടം അവസാനിച്ചിട്ടില്ല. പക്ഷേ എഗ്രിമെൻ്റ് പ്രകാരം മാത്രം ഈ ചിത്രം
OTT-യിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. OTT-യിലും വൻ തരംഗമായിരിക്കാം ഈ ചിത്രം സൃഷ്ടിക്കാൻ പോകുന്നത്. കാരണം കണ്ടവർ വീണ്ടും വീണ്ടും കാണും. ഒരുമാതിരിപ്പെട്ട മലയാള പ്രേക്ഷകരല്ല, എനിക്ക് തോന്നുന്നു 10 പേരിൽ ഒരാളെങ്കിലും വെച്ച് ഈ ചിത്രം കണ്ടു കാണുന്നു. ആ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയായിരുന്നു വളരെ നാളിന് ശേഷം മലയാള സിനിമ ലോകം കണ്ടത്. തിയേറ്റർ ഉടമകളുടെ നീറുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി. നിർമ്മാതാക്കൾ പലപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരുന്ന ഷെയറിൻ്റെയും കളക്ഷൻ്റെയൊക്കെ കാര്യത്തിലും തീരുമാനമായി. എല്ലാത്തിനും ഒരേ ഒരു കാരണം, മോഹൻലാലും തുടരും. 2 മാസങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ മലയാള സിനിമയെ സൃഷ്ടിച്ച മാജിക് എന്ന് പറയുന്നത് ഏകദേശം 500 കോടിക്ക് മുകളിലുള്ള തുകയാണ് മലയാള സിനിമയ്ക്ക് കൊണ്ടുവന്നത്. അതും നിസ്സാര കാര്യമല്ല. 2024, 2023 ആ കാലഘട്ടങ്ങളിലെല്ലാം മലയാള സിനിമയിലെ ബാക്കിയുള്ളവരെല്ലാം കൂടി മലയാള സിനിമയ്ക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് മലയാള സിനിമയ്ക്ക് തന്നു. അന്ന് ആ ഗണത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. പക്ഷേ 2025 ആയപ്പോൾ അയാൾ ഒറ്റയ്ക്ക് അവരെത്രയും പേര് കൊണ്ടുവന്ന തുക മൊത്തം ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ ഗട്സ് കാണിച്ചു. മലയാളത്തിൻ്റെ ഒരേ ഒരു നടൻ, പ്രിയപ്പെട്ട ലാലേട്ടൻ, തുടരും ചിത്രത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന അത്ഭുതങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് മലയാള സിനിമയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുമെന്ന് തോന്നുന്നു. ഓരോ മോഹൻലാൽ സിനിമകളും പ്രേക്ഷകർ വളരെ ശ്രദ്ധാപൂർവവും അതുപോലെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എമ്പുരാന്, പിന്നെ തുടരും, പിന്നെ അടുത്ത ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നാളെ OTT-യിലേക്ക് റിലീഫ് ചെയ്യുമ്പോൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന മലയാള പ്രേക്ഷകരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം അത് OTT പോകേണ്ട സമയമായില്ല. ഇനി 1 മാസം കൂടെ ഒരു പക്ഷേ ഈ ചിത്രം തിയേറ്ററിൽ ഓടിയേനെ ഒരു 250 കോടിയൊക്കെ കടന്ന്, കേരളത്തിൽ നിന്ന് മാത്രമായി 130 കോടിയൊക്കെ കടന്ന് ഈ ചിത്രം വലിയ വലിയ റെക്കോർഡുകൾ സ്ഥാപിച്ചേനെ എന്ന് തന്നെയാണ് അവരെല്ലാം ഒരു സ്വരത്തിൽ പറയുന്നത്. അത് മോഹൻലാലിൻ്റെ വിമർശകരും ഒരേ തരത്തിൽ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപൂർവമായിട്ടാണ് മോഹൻലാലിൻ്റെ മലയാള സിനിമയിൽ ഇങ്ങനൊരു ഭാഗ്യം കിട്ടുന്നത്, അതും മോഹൻലാൽ ചിത്രത്തിലൂടെ. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, മോഹൻലാൽ ചിത്രം പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലെവൽ അങ്ങ് വേറെ ആയിരിക്കും. അത് നമ്മളെ നാണം കെടുത്തിയില്ല എന്നുള്ളതാണ് ഈ തുടരും ചിത്രത്തിൻ്റെ കളക്ഷനൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായത്. നിത്യേന തുടരും ചിത്രം വന്നതിന് ശേഷം നമുക്ക് കണ്ടന്റിന് യാതൊരു ക്ഷാമം ഉണ്ടായിട്ടില്ല. തുടരും എന്ന് പറഞ്ഞ പേരെഴുതി കാണിച്ചാൽ അത് കാണാൻ ആൾക്കാർ തയ്യാറായി. അതാണ് ആ ചിത്രത്തിൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ മഴക്കാലമാണ്, തുടരും ചിത്രം ഓട്ടം നിൽക്കുന്നു. ഇതിനിടെ ചില വാർത്തകളൊക്കെ വരുന്ന കണ്ടു, തിയേറ്റർ ഉടമകൾക്ക് ഈ ചിത്രം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല, ചില തിയേറ്ററിലെങ്കിലും പ്രദർശിപ്പിക്കുമെന്നൊക്കെ പറയും. അത് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള കൃത്യമായുള്ള വിവരങ്ങൾ നമുക്കറിയാം. പക്ഷേ OTT പ്രേക്ഷകരും കുടുംബ പ്രേക്ഷകരുമെല്ലാം ഇപ്പോഴും കണ്ടവരും കാണാത്തവരുമെല്ലാം ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നാളെ ജനുവരി 30 OTT-യിൽ എത്തുന്നത് കാത്ത്. അങ്ങനെ മോഹൻലാൽ, ശോഭന, തരൺമൂർത്തി, രഞ്ജിത്ത്, സുനിൽ എന്നിവർ തീർത്ത മായാപ്രപഞ്ചം നാളെ നമ്മുടെ മുമ്പിൽ OTT-യിലൂടെ എത്തുന്നു. അങ്ങനെ 232 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നമുക്ക് കൃത്യമായിട്ടുള്ളത് കിട്ടിയിട്ടില്ല. എന്നാലും ഇന്ന് 12 മണിക്ക് ഓട്ടം നിർത്തുമ്പോൾ ഏകദേശം 233 കോടിക്ക് മുകളിലുള്ള തുക വേൾഡ് വൈഡായിട്ട് ചിത്രം നേടിയിരിക്കാം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ കേരളത്തിൽ ഏകദേശം 118 കോടിക്ക് മുകളിൽ 119 കോടിക്ക് അടുത്തുള്ള തുക ഈ ചിത്രം നേടി ഒരു വൻ റെക്കോർഡ് തന്നെ ഇട്ടിട്ടാണ് ചിത്രം പോകുന്നത്. എത്തിപ്പിടിക്കാൻ ഈ റെക്കോർഡുകളിലൊക്കെ എത്തിപ്പിടിക്കാൻ ഇച്ചിരി പാട് തന്നെയായിരിക്കാം. അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ അതൊരു മറ്റൊരു മോഹൻലാൽ ചിത്രം വരേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം എല്ലാം തുടരും ഇഷ്ടപ്പെടുന്ന ഒത്തിരി സബ്സ്ക്രൈബർമാർ നമുക്കുണ്ടായിരുന്നു. അവർക്കെല്ലാം നമ്മുടെ വീഡിയോകൾ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സിനിമകൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. മോഹൻലാൽ സിനിമകൾ തുടരുക തന്നെയും മലയാള സിനിമ തുടരുക തന്നെയും
എല്ലാം അതുപോലെ തന്നെ തുടരും. നമ്മുടെ വീഡിയോയും തുടരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ ഓക്കെ ബൈ.